ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസം തന്നെയാണിത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് നമ്മുടെ രസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കിതുപോലെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു നെല്ലിക്കയോളം വലിപ്പമുള്ള വാളംപുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ, ഒരു കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്കത് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ അങ്ങ് കൈ വെച്ചിട്ട് അങ്ങ് നിരണ്ടിയെടുക്കാം. നമ്മൾ ഈ പുളിവെള്ളം നമ്മൾ അരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ നമ്മളിതുപോലെ തിരുമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രസത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതുപോലെ ഒരു 1.5 സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി, പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 സ്പൂണ് കടുകും 4 സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കടുക് ഉലുവയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതുപോലെ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ മൺചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മൾ തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം. തീ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം. കാരണം മൺചട്ടിയിലൊക്കെ റെഡിയാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ചൂടായിട്ട് വരും. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളൊരു 2-3-4 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുളിവെള്ളത്തിൻ്റെ ഇരട്ടി വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളവും കൂടെ സാധാ പച്ചവെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലതുപോലെ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ എല്ലാ മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി.
ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇതിൻ്റെ മുമ്പ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടു പോകരുത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിൽ വീഡിയോയിൽ ക്യാമറയിൽ കിട്ടാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടു പോകരുത്. ഇനി നമുക്കൊരു പിടി മല്ലിയിലയും കൂടെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ അങ്ങ് വെട്ടി തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരു 5 മിനിറ്റ് നമ്മളങ്ങ് വേവിച്ചെടുത്താൽ മതി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം തന്നെയാണ്. നമ്മൾ ചൂടോടുക്കനെ കഴിക്കരുത്, ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതങ്ങ് വേവിച്ചെടുക്കാം. നമുക്കിതിൽ ഉപ്പൊക്കെ പാകത്തിന് ഇല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഗ്യാസ് ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ അതിങ്ങനെ തിളച്ചിട്ട് വരും. അപ്പോൾ ഇത്രയും ഇനി ഗ്യാസിൽ വെച്ചാൽ മതി, കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷമാണ്, നല്ലതുപോലെ തണുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.